കഴിഞ്ഞ ക്ലാസ്സിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം 3-ാം നൂറ്റാണ്ടിൽ റോമിലുണ്ടായിരുന്ന അതിശക്തമായ പ്രതിസന്ധികൾ എന്താണെന്ന് നമ്മൾ കണ്ടു. പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിൻ്റാണ് സാംസ്കാരിക ജീവിതം. റോമാ സാമ്രാജ്യത്തിലെ സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഒരു 7 പോയിൻ്റാണുള്ളത്. അതിലാദ്യത്തെ, അണുകുടുംബങ്ങളായാണ് റോമൻ ജനത താമസിച്ചിരുന്നത്. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞിരുന്നത്. സ്ത്രീകൾക്ക് പിതാവിൻ്റെ സ്വത്തിന്മേൽ സ്വതന്ത്രമായ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. പ്രാഥമികമായ സാക്ഷരതാ നിരക്ക് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിരുന്നു. നഗരങ്ങളിൽ സാക്ഷരത വ്യാപകമായിരുന്നു. ആരാധനാമൂർത്തികൾ, ഭാഷകൾ, വസ്ത്രം, അലങ്കാര രീതികൾ, ഭക്ഷണം, ആവാസ മാതൃകകൾ എന്നിവയിൽ വൈവിധ്യങ്ങൾ നിലനിന്നിരുന്നു. സമീപ പൂർവ്വദേശത്ത് അരാമേക്ക്, ഈജിപ്തിൽ കോപ്റ്റക്ക്, സ്പെയിനിൽ സെൽറ്റിക്, ഉത്തര ആഫ്രിക്കയിൽ പ്യൂണിക് എന്നീ ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ റോമാ സാമ്രാജ്യത്തിലെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ അവിടുത്തെ എന്തൊക്കെ ജീവിതങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് കാണാം. ഒന്നാമത്തെ തന്നെ പറയുന്നത്, അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പല പോയിൻറ്റ്സും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. അതിലാദ്യത്തെയാണ്, അണുകുടുംബങ്ങളായിട്ടാണ് റോമൻ ജനത താമസിച്ചിരുന്നത്. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞിരുന്നത്. സ്ത്രീകൾക്ക് പിതാവിൻ്റെ സ്വത്തിന്മേൽ സ്വതന്ത്രമായ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോടൊരു ചോദ്യമുണ്ട്, റോമാ സാമ്രാജ്യത്തിലെ സ്ത്രീകളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ 3 പോയിൻ്റാണ് ആൻസറായിട്ട് വരാം. നെക്സ്റ്റ്, പ്രാഥമികമായ സാക്ഷരതാ നിരക്ക് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിരുന്നു. നഗരങ്ങളിൽ സാക്ഷരത വ്യാപകമായിരുന്നു. ആരാധനാമൂർത്തികൾ, ഭാഷകൾ, വസ്ത്രം, അലങ്കാര രീതികൾ, ഭക്ഷണം, ആവാസ മാതൃകകൾ എന്നിവയിൽ വൈവിധ്യങ്ങൾ നിലനിന്നിരുന്നു. സമീപ പൂർവ്വദേശത്ത് അരാമേക്ക്, ഈജിപ്തിൽ കോപ്റ്റക്ക്, സ്പെയിനിൽ സെൽറ്റിക്, ഉത്തര ആഫ്രിക്കയിൽ പ്യൂണിക് എന്നീ ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഭാഷകളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തുടക്കത്തിൽ റോമാ സാമ്രാജ്യം തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് ജനജീവിതത്തിൽ ധാരാളം ജനവിഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഭാഷകളുണ്ടായിരുന്നെന്ന് നമ്മൾ കണ്ടതാണ്. ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കാം. എല്ലാവരും ഇത് വായിച്ചു നോക്കണം, ശ്രദ്ധിക്കണം ക്ലാസ്. നെക്സ്റ്റ് പോയിൻ്റാണ് സാമ്പത്തിക വികാസം. സമ്പന്നമായ ഭൗതിക സാഹചര്യങ്ങൾ റോമിൽ സാമ്പത്തിക വികസനത്തിന് വഴിതെളിച്ചു. ഖനികൾ, ക്വാറികൾ, ഇഷ്ടിക കളങ്ങൾ, ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ എന്നിവ അവിടെ ധാരാളമായി ഉണ്ടായിരുന്നു. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ തുടങ്ങിയവ വൻതോതിൽ ഉപയോഗിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്നു. വീഞ്ഞും ഒലിവെണ്ണയും അംഫോറ എന്നറിയപ്പെട്ട ഭരണികളെയാണ് കൊണ്ടുവന്നിരുന്നത്. ഫലഭൂയിഷ്ടമായ നിരവധി പ്രദേശങ്ങൾ റോമിൽ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ജനസാന്ദ്രത കൂടുതലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ഗോതമ്പ് റോമിലേക്ക് കയറ്റി അയച്ചിരുന്നു. കച്ചവടത്തിൻ്റെ വളർച്ച കൃഷിയും വ്യവസായവും ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും പിന്നോക്ക അവസ്ഥയിലായിരുന്നു. നാടോടികളായ ഇടയന്മാർ അവിടെ ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചു. പട്ടണത്തിൽ അധ്വാനങ്ങളിൽ ഏർപ്പെട്ടത് ഭൂരിഭാഗവും അടിമകളായിരുന്നു. സമ്പന്നരും ദരിദ്രരും തമ്മിൽ വലിയ അന്തരം നിലനിന്നിരുന്നു. ചെറു കൃഷിസ്ഥലങ്ങളെ പ്രഭുക്കന്മാരുടെ വൻ കൃഷിഭൂമികൾ വിഴുങ്ങി. വ്യവസായ രംഗത്തെ ഉൽപാദന സമ്പ്രദായത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായില്ല. സാമ്പത്തിക വികാസം നമ്മളുടെ ഒരു ക്വസ്റ്റ്യനാണ്. റോമാ സാമ്രാജ്യത്തിലെ സാമ്പത്തിക വികാസം അസന്തുലിതമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എഴുതേണ്ടതാണ് എന്ത്, അവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ എഴുതണം. ഒപ്പം തന്നെ സമ്പന്നരും ദരിദ്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അത് എഴുതണം. അതിലാദ്യത്തെ പോയിന്റുകൾ എന്താണ്? സമ്പന്നമായ ഭൗതിക സാഹചര്യങ്ങൾ റോമിൽ സാമ്പത്തിക വികസനത്തിന് വഴിതെളിയിക്കുകയുണ്ടായി. അതെന്തൊക്കെയാണ്? ഖനികളുണ്ടായിരുന്നു, ക്വാറികൾ, ഇഷ്ടിക കളങ്ങൾ, ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ എന്നിവ അവിടെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ തുടങ്ങിയവയൊക്കെ അവിടെ വൻതോതിൽ എന്ത് ചെയ്തു? ഉപയോഗിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്നു. അതിലൊരു വൺ വേർഡാണുള്ളത്. വീഞ്ഞും ഒലിവെണ്ണയും ഏത് ഭരണികളിലാണ് കൊണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ അവ സൂക്ഷിച്ചിരുന്ന ഭരണികളുടെ പേര്. അപ്പോൾ നമ്മൾ പറയണം അംഫോറ. അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചോളൂ കേട്ടോ. അംഫോറ എന്നറിയപ്പെട്ട ഭരണികളിലാണ് കൊണ്ടുവന്നിരുന്നത്.
ഫലഭൂയിഷ്ടമായ നിരവധി പ്രദേശങ്ങൾ റോമിൽ ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ എന്താണ് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ജനസാന്ദ്രത കൂടുതലായിരിക്കും. അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടങ്ങളിൽ ജനസാന്ദ്രത കൂടുതലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ഗോതമ്പ് റോമിലേക്ക് കയറ്റി അയച്ചിരുന്നു. കച്ചവടത്തിൻ്റെ വളർച്ച കൃഷിയും വ്യവസായവും ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗവും എന്താണ് പിന്നോക്കാവസ്ഥയിലായിരുന്നു അല്ലേ. നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഏത് സമൂഹവുമായി ബന്ധപ്പെടുത്തുമ്പോഴും ഉണ്ടാകുന്ന പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഏത് സാമ്രാജ്യം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പിന്നോക്ക അവസ്ഥയിലായിരുന്നു. നാടോടികളായ ഇടയന്മാർ അവിടെ ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചു. പട്ടണത്തിൽ അധ്വാനത്തിൽ ഏർപ്പെട്ടത് ഭൂരിഭാഗവും അടിമകളായിരുന്നു. അപ്പോൾ പട്ടണങ്ങളിൽ അധ്വാനങ്ങളിൽ ഏർപ്പെട്ടത് ഭൂരിഭാഗവും അടിമകളായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി റോമാ സാമ്രാജ്യത്തിൽ അടിമത്തം നിലനിന്നിരുന്നു. നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണത്, അടിമത്തം. സമ്പന്നരും ദരിദ്രരും തമ്മിൽ വലിയ അന്തരം നിലനിന്നിരുന്നു. ചെറു കൃഷിസ്ഥലങ്ങളെ പ്രഭുക്കന്മാരുടെ വൻ കൃഷിഭൂമികൾ വിഴുങ്ങി. അപ്പോൾ ഭൂരിഭാഗവും കൃഷിഭൂമികൾ ആരുടെ കീഴിലാണ്? സമ്പന്നരായ പ്രഭുക്കന്മാരുടെ കീഴിലായിരിക്കും. വ്യവസായ രംഗത്തെ ഉൽപാദന സമ്പ്രദായത്തിൽ ഗണ്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് അടിമത്തം. റോമാ സാമ്രാജ്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പ്രദായമായിരുന്നു അടിമത്തം. പണിയെടുക്കാനായി അടിമകളെ പണം നൽകി കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും അവരെ കൊണ്ട് തോട്ടങ്ങളിലും മറ്റും എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്ന വ്യവസ്ഥിതിയായിരുന്നു ഇത്. റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ ഇറ്റലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അടിമകളെ കൊണ്ട് ഇറ്റലിയുടെ 7.5 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 3 ദശലക്ഷം അടിമകളായിരുന്നു. റോമിലെ ഉപരിവർഗം അടിമകളോട് ക്രൂരമായി പെരുമാറി. യുദ്ധ തടവുകാരായാണ് റോമക്കാർ അടിമകളാക്കിയിരുന്നത്. അപ്പോൾ അടിമത്തം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൽ ആഴത്തിൽ വേരൂന്നിയൊരു സമ്പ്രദായമായിരുന്നു എന്ത്? അടിമത്തം. പണിയെടുക്കാനായിട്ട് ആളുകളെ എന്ത് ചെയ്യുന്നു? അടിമകളെ പണം നൽകി കമ്പോളങ്ങളിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് തോട്ടങ്ങളിലും മറ്റും എല്ലുമുറിയെ പണിയെടുപ്പിക്കുന്ന വ്യവസ്ഥിതിയാണ് എന്ത്? നമ്മളുടെ അടിമത്തം. റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ ഇറ്റലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. ഇറ്റലിയുടെ 7.5 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 3 ദശലക്ഷം അടിമകളായിരുന്നു. റോമിലെ ഉപരിവർഗം അടിമകളോട് ക്രൂരമായി പെരുമാറി. യുദ്ധ തടവുകാരായാണ് റോമക്കാർ അടിമകളാക്കിയിരുന്നത്. അപ്പോൾ അടിമത്തം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ചോദ്യമാണത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ വ്യവസ്ഥയായിരുന്നു അടിമത്തം എന്ന പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ അല്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതിയിട്ട് മാത്രമേ അടുത്തതിന് ഉത്തരം എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാം അടിമത്തം എന്ന വ്യവസ്ഥിതിയോട് ആരും തന്നെ യോജിക്കുന്നില്ല അല്ലേ. നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ പ്രതികരണശേഷിയുള്ളവരാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും അടിമത്തം എന്ന വ്യവസ്ഥിതിയെ നമ്മൾ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ അങ്ങനെ എഴുതണം. എഴുതിയിട്ട് വേണം എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം എഴുതാൻ. എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് അല്ലേ. നമുക്കൊക്കെ പല ഒരു കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടായിരിക്കണം അതിൻ്റെ ആൻസർ എഴുതേണ്ടത്.